എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 19 ഇന്ന് ആരംഭിക്കുന്നു. ഈ 19ാമത്തെ അധ്യായത്തില് വിഷയവിരക്തനായ യയാതി വനത്തില് പോയിട്ട് ഭക്തിയോഗത്താൽ മുക്തനായ ചരിത്രം പറയുകയാണ്. വിഷയസുഖങ്ങളെ അനുഭവിച്ച് ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരുത്താൻ സാധ്യമല്ല. തീയില് നെയ്യ് വീഴ്ത്തിയ പോലെ മോഹങ്ങൾ ഇങ്ങനെ ആളി കത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ യയാതി വിരക്തനായി ഭാര്യമാരെയൊക്കെ അടുത്ത് വിളിച്ചു അവരുടെ മനസ്ഥിതി അറിയാനായിട്ട് തന്റെ ആ ജീവിതത്തെ ഒരു ആടുകളുടെ കഥയോട് ഉപമിക്കുകയാണ്. ഫലിത രൂപത്തിലൊരു കഥ. കാട്ടില് പുല്ല് തിന്ന് നടക്കുന്ന ആടുകളുടെ കഥ. ഒരു ഫലിതമായിട്ട് ഒരു പാട്ട് പോലെ, സിനിമാ പാട്ട് പോലെ അദ്ദേഹം അത് എഴുതി പാടി കേൾപ്പിക്കുകയാണ് ഇവരെ. ഇത് കേട്ടിട്ട് ഭാര്യമാര് അവർക്കും വൈരാഗ്യം വന്നതായിട്ട് രാജാവിനെ അറിയിച്ചു. അങ്ങനെ യയാതി പൂരുവിനെ വിളിച്ച് യൗവനം മടക്കി കൊടുത്ത് ജരാനരയെ സ്വീകരിച്ച് ആ പൂരുവിനെ ചക്രവർത്തി ആയി അഭിഷേകം ചെയ്യണു. പിന്നെ എല്ലാ 4 പുത്രന്മാരെ ഓരോ ദേശങ്ങളെ പൂരുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ ചുമതലപ്പെടുത്തി. പക്ഷെ പൂരുവംശക്കാർക്ക് മാത്രമേ ഛത്ര ചാമരാതി രാജചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമവും വെച്ചു അദ്ദേഹം. അങ്ങനെ മഹാരാജാവ് കാട്ടിൽ പോയി ഭഗവാനെ ഉപാസന ചെയ്ത് അധികം താമസിയാതെ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ഈ 19ാമത്തെ അധ്യായത്തില് വർണ്ണിക്കുന്നത്. അഥ ശ്രീമൽ ഭാഗവത നവമസ്കന്ധ ഏകോനവിംശോऽധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൊണ്ടൽക്കാരണിവർണ്ണനെ കരളലിഞ്ഞും കൊണ്ടു ഹൃത്തിൽ സദാ കണ്ടും കൊണ്ടു ശുഗോക്ത ഭാഗവത പീയൂഷം നുകർന്നിടുവാൻ വേണ്ടും മാധുരി തൊട്ട സർവഗുണമെൻ വാണിക്കിണക്കിട്ടു ചൊൽക്കൊണ്ടിപ്പോൾ പൊതിയിൽ തെളിഞ്ഞു വിലസും തസ്മിക്കിതാ വന്ദനം രക്ഷിക്കിതാ വന്ദനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. സ ഇത്തമാചരൻ കാമാൻ ത്രൈണോപന്ഹവമാത്മന
ബുദ്ധ്വാ പ്രിയായൈ നിർവിണ്ണോ ഗാഥാം ഏതാം അഗായത. സ്ത്രൈണ സ്ത്രീവശനായ സ അദ്ദേഹം ഇത്തം ഇപ്രകാരം കാമാൻ ആചരൻ കാമങ്ങളെ ആചരിക്കുന്നവനായിട്ട് ആത്മന അപന്നവം തന്റെ താണനിലയെ ബുദ്ധ്വ ബോധിച്ചിട്ട് നിർവിണ്ണ വിരക്തനായി ഏതാം ഗാഥാം ഈ കഥയെ പ്രിയായി പ്രിയയ്ക്കായിക്കൊണ്ട് അഗായത ഗാനം ചെയ്തു. ഭാര്യയായിട്ടുള്ള ആ ദേവയാനിക്കും കൂടി വിരക്തി വരാൻ വേണ്ടിയിട്ട്, വിരക്തി ഉറയ്ക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഭാര്യാഭർത്താക്കന്മാരായ തങ്ങളുടെ ചരിത്രത്തെ ഇണചേർന്ന് സഞ്ചരിച്ച ആടുകളുടെ ചരിത്രത്തോട് സാദൃശ്യപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കഥ ഒരു പാട്ടിന്റെ രൂപത്തിലാണ് അങ്ങനെ ഭാര്യയോട് പറയുകയാണ്. സ്ത്രീക്ക് അധീനനായിട്ടുള്ള ആ യയാതി രാജാവ് കാമസുഖങ്ങളെ ബഹുകാലം അനുഭവിക്കുന്നത് ഏർപ്പെട്ടു അല്ലെ. അപ്പൊ അതുകൊണ്ട് ആത്മവിചാരം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്റെ നികൃഷ്ട നില ഓർത്തപ്പോൾ ഉണ്ടായ ആ ദൈന്യ നിമിത്താണ് ആ വിഷയസുഖങ്ങളിലൊക്കെ വിരക്തനായിട്ട് ഈ കഥ ഉണ്ടാക്കി ഭാര്യയോട് പറയണത്, ദേവയാനിയോട് കീർത്തനം ചെയ്യണത്. ശൃണു ഭാർഗവ്യമും ഗാഥാം മദ്വിധാചരിതാം ഭുവി ധീരായസ്യനുശോചന്തി വനേ ഗ്രാമനിവാസിന. ഭാർഗവി, ഹേ പ്രഭുപുത്രി, ഭുവി ഭൂമിയിൽ, ഗ്രാമനിവാസിന യസ്യ ഗ്രാമത്തിൽ നിവസിക്കുന്ന യാതൊരുവന്റെ ചരിത്രത്തെ, വനേ ധീരാഹ വനത്തിൽ വസിക്കുന്ന ധീരന്മാർ, അനുശോചന്തി അനുശോചിക്കുന്നുവോ, മദ്വിധാചരിതാം എന്നെ പോലെയുള്ളവന്റെ ആചാരം അടങ്ങിയിരിക്കുന്ന അമൂം ഗാഥാം ഈ കഥയെ ശൃണു ശ്രവിച്ചാലും. ദേവയാനോട് പറയണം അദ്ദേഹം, ഹേ ഭൃഗുകുലോൽപ്പന്നെ, കുലപരമ്പരാഗതമായ വിവേകം തന്നെ നിനക്കും ഉചിതം. അതിന് ഉപകരിക്കണ ഒരു ഇതിഹാസം ഞാൻ പറയാം, ഒരു കഥ ഞാൻ പറയാം, കേട്ടോളൂ. ഒരു ഗ്രാമത്തില് ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ പോലെയുള്ള യാതൊരുവന്റെ ചരിത്രത്തെ വനത്തിൽ വസിക്കുന്ന ജിതേന്ദ്രിയന്മാരായ ധീരന്മാർ കഷ്ടം എന്നോർത്ത് ഖേദിക്കുന്നുവോ. ഗ്രാമത്തിലെ ഗൃഹസ്ഥാശ്രമം ആശ്രയിച്ചിരിക്കുന്ന എന്നെ പോലെയുള്ള ഒരാളുടെ ചരിത്രത്തെ വനത്തിൽ വസിക്കുന്ന ജിതേന്ദ്രിയന്മാരായ ധീരന്മാര് കഷ്ടം എന്നോർത്ത് ഖേദിക്കണില്ലേ, അതുപോലെ ഉള്ള ഒരു ചരിത്രം ആണ് ഈ കഥ. അത് മനസ്സിരുത്തി കേട്ടോളൂ എന്ന് പറയും. ബസ്തയേകോ വനേ കശ്ചിൽ വിജിന്വൻ പ്രിയമാത്മന ദദർശകൂപേ പതിതാം സ്വകർമ്മവശഗാം അജാം. ഏക അസഹായനായ കശ്ചിൽ ബസ്ത ഒരു മേഷം എന്ന് പറഞ്ഞ ഒരാട്, വനേ വനത്തിൽ, ആത്മന പ്രിയം വിജിന്വൻ തന്റെ പ്രിയത്തെ അന്വേഷിക്കുന്നവനായിട്ട്, കൂപേ പതിതാം കൂപത്തിൽ പതിച്ചിരിക്കുന്ന, സ്വകർമ്മവശകാം അജാം സ്വകർമ്മത്തിന് അധീനയായ അജയെ, അജ എന്ന് പറഞ്ഞ പെണ്ണാടിനെ ദർശിച്ചു. കൂട്ടം പിരിഞ്ഞ ഏകനായ ഒരു കോലാട് കാട്ടില് അങ്ങനെ നടക്കുകയായിരുന്നു. തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിന്നാൻ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഒരു പെണ്ണാട് ഒരു കരച്ചില് കേട്ടു. ഒരു കിണറ്റിന്ന് നോക്കിയപ്പോ ഒരു പെണ്ണാട് കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടു. ഏകനായ കോലാട് എന്നത് തന്നെ, ഏകനായ കോലാട് എന്നാണല്ലോ പറഞ്ഞത്, അത് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. വനം എന്ന പദം ഈ തന്നെ സംസാര വനം ഉദ്ദേശിച്ചിട്ട്, പ്രിയം എന്ന പദം ശബ്ദാദി വിഷയങ്ങളെ ഉദ്ദേശിച്ചും, കൂപവതിയായ അജയ് എന്ന പദം ദേവയാനിയെ ഉദ്ദേശിച്ചും പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ കഥ തന്നെ ഒരു ആടിന്റെ കഥയായിട്ട്, ആട് ജീവിതം എന്ന് പറയില്ലേ, അത് പറയുന്നു. എന്നിട്ട് പറയണു, രണ്ടുപേരും ഇന്ദ്രിയപ്രീതിയെ മാത്രം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് വിശേഷ ബുദ്ധിയില്ലാത്ത ആടുമാടുകളെ പോലെയുള്ളവരായിരുന്നു. അതാണ് സൂചന. ആടുകൾ ജീവിച്ച പോലെയാണ് ജീവിച്ചിരുന്നത് എന്ന്. തസ്യാ ഉദ്ധരണോപായം ബസ്തകാമീ വിചിന്തയൻ വ്യഥത്ത തീർത്ഥമുദ്ധൃത്യ വിഷാണാഗ്രേണ രോധസി. കാമീ ബസ്ത കാമിയായ അജം, തസ്യാ ഉദ്ധരണോപായം അവളുടെ ഉദ്ധരണ മാർഗത്തെ വിചിന്തയൻ ആലോചിക്കുന്നവനായിട്ട്, രോധസി തീരപ്രദേശങ്ങളെ, വിഷാണാഗ്രേണ കൊമ്പുകളുടെ അഗ്രഭാഗത്താൽ, ഉദ്ധരിച്ചിട്ട്, തീർത്ഥം പ്രവേശന മാർഗത്തെ വ്യഥത്ത വിധാനം ചെയ്തു. അപ്പൊ പെണ്ണാടിനെ കണ്ടപ്പോഴേക്കും കാമവൃത്തിക്ക് അധീനനായിട്ടുള്ള ആ ആട് ആ പെണ്ണാടിനെ കിണറ്റിൽ നിന്ന് മുകളിലേക്ക് എങ്ങനെയാ കയറ്റുക എന്നിങ്ങനെ ചിന്തിച്ചും കൊണ്ടിരുന്നു. എന്നിട്ട് അതിന്റെ കൊമ്പുകളുടെ അഗ്രഭാഗം കൊണ്ട് കിണറ്റിൻകരയിലെ മണ്ണൊക്കെ ഇടിച്ചു തള്ളി കയറാൻ മാർക്കുണ്ടാക്കി കൊടുത്തു. രാജാവ് ദേവയാനിയെ കയറ്റിയതിനെ സൂചിപ്പിച്ച് പറയാണ്, കൊമ്പുകൾ കൊണ്ട് മണ്ണിടിച്ചു തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞത് മൃഗസ്വഭാവത്തെ വർണ്ണിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മൃഗങ്ങളാണല്ലോ അങ്ങനെ ചെയ്യാം. അപ്പൊ മൃഗജീവിതം തന്നെയായിരുന്നു അവരെ അനുഷ്ഠിച്ചിരുന്നത്. സോത്തീര കൂപാൽ ശുശ്രോണി തമേവ ജഗമേ കില തയാവൃതം സമുദ്ദീക്ഷ്യ
ബുഭോജാഃ കാന്തകാമിനി പീവാനം ശ്മശ്രുലം പ്രേഷ്ഠം വിധ്വാംസം യാഭകോവിദം. കൃപാൽ ഉത്തീര്യ കൂപത്തിൽ നിന്ന് കയറിയിട്ട് ശുശ്രോണി സ സുന്ദരിയായ അവൾ തം ഏവ അവനെ തന്നെ ചകമേ കില കാമിച്ചുവല്ലോ. തയാവൃതം അവളോടുകൂടിയവനും പീവാനം ദേഹപുഷ്ടിയുള്ളവനും ശ്മശ്രൂലം രോമങ്ങൾ അധികമുള്ളവനും യാഭകോവിദം മൈഥുനത്തിൽ സമർത്ഥനും വിധ്വാംസം രേതസ്സിനെ ഒഴിക്കുന്നവനും പ്രേഷ്ഠം പ്രേമാസ്പദനുമായി സമുദ്ദീക്ഷ്യ കണ്ടിട്ട് ബഹ്യ അജ അനേകം പെണ്ണാടുകൾ കാന്തകാമിനി കാന്തനായിട്ട് കാമിച്ചവരായി ഭവിച്ചു. കിണറ്റിൽ നിന്ന് മുകളിൽ കയറിയ ആ പെണ്ണാട് തന്നെ കയറ്റിവിട്ട ആടിനെ കാമിച്ച് ഭർത്താവായിട്ട് സ്വീകരിച്ചു. അവളോട് ചേർന്ന ആ ആണാടിനെ അനേകം പെണ്ണാടുകള് ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. കാരണം ആ കൊറ്റണ്ടല്ലോ തടിയനും രോമക്കെട്ടുള്ളവനുമായ ആണ്, രതിസമർത്ഥനാണ്, രേതസ്സിനെ ഒഴുക്കുന്നവനും മൈഥുനത്തിൽ ക്ഷീണിക്കാത്തവനുമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ശർമ്മിഷ്ഠയെ അവരുടെ ദാസിമാരെയും കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. സയേകോജ വൃഷസ്താസാം ബഹ്വീനാം രതിവർദ്ധന രേമേ കാമഗ്രഹ ആത്മാനം നാവബുദ്ധ്യത. സ ഏക അജവൃഷ ആ ഏകനായ ആട് കാമഗ്രഹഗ്രസ്ത കാമനാകുന്ന ഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടവനും ബഹ്വീനാം താസാം ബഹുക്കളായ അവർക്ക് രതിവർദ്ധന പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ട് രമിച്ചു. ആത്മാനം ആത്മാവിനെ ന അവബുദ്ധ്യത അവബോധിച്ചില്ല. ആടുകളിൽ വെച്ച് ബലവാനും ശ്രേഷ്ഠനുമായ ആ ഒരാട് കാമപിശാചിന് അധീനനായിട്ട് അനേകം പെണ്ണാടുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. ആത്മസ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. തമേവ പ്രേഷ്ഠതമയാ രമമാണമജാന്യയാ വിലോക്യ കൂപസംവിഗ്ന നാമൃഷ്യൽ ബസ്തകർമ്മതത്. പ്രേഷ്ഠതമയ അതിപ്രേമയുക്തയായ അന്യയോടുകൂടി രമമാണം രമിക്കുന്ന തം ഏവ വിലോക്യ അവനെ തന്നെ നോക്കിയിട്ട് കൂപസംവിഗ്ന അജ കൂപത്തിൽ അകപ്പെട്ട അജ തത് ബസ്തകർമ്മ ആ ബസ്തകർമ്മത്തെ ന അമൃഷ്യൽ സഹിച്ചില്ല. തന്റെ ഭർത്താവ് അന്യായിട്ടുള്ള പെണ്ണാടിനോടുകൂടി ഇങ്ങനെ അതിപ്രീതിപൂർവം രമിക്കുന്നത് കണ്ടപ്പോ ആ കൂപത്തിൽ വീണ് കിടന്നിരുന്ന ആടുണ്ടല്ലോ അതൊന്ന് രക്ഷിച്ചത് തന്റെ പ്രിയതമ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പെണ്ണാടിന്. തം ദുർഹൃദം സുഹൃദ് രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ. ദുർഹൃദം ദുഷിച്ച ഹൃദയത്തോടു കൂടിയവനും സുഹൃദ് രൂപം സുഹൃത്ത് എന്ന് നടിക്കുന്നവനും ക്ഷണസൗഹൃദം ക്ഷണകാലം മാത്രം നിലനിൽക്കുന്ന സ്നേഹത്തോടു കൂടിയവനും ഇന്ദ്രിയാരാമം ഇന്ദ്രിയസുഖത്തിൽ രമിക്കുന്നവനും കാമിനം തം കാമിയുമായ അവനെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് ദുഃഖിച്ചവളായിട്ട് സ്വാമിയെ യയോ പ്രാപിച്ചു. തന്റെ കാര്യം കഴിയുന്നവരെ മാത്രം സ്നേഹം ഭാവിക്കുന്നവനും കാപട്യമുള്ളവനും ബന്ധുവിന്റെ നില നടിക്കുന്നവനും ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി മാത്രം രമിക്കുന്നവനും കാമിയും ആയിരിക്കുന്നു എന്റെ പ്രിയതമൻ എന്ന് കണ്ടപ്പോ ആ പെണ്ണാട് പ്രിയതമനെ വെടിഞ്ഞ് തന്റെ ഉടമസ്ഥന്റെ അരികത്തേക്ക് തന്നെ പോയി എന്ന് പറയുക. കഥ പറഞ്ഞു കൊടുക്കുക യയാതി മഹാരാജാവ്. ആ ശർമ്മിഷ്ഠയെ സ്വീകരിച്ചപ്പോ തന്നെ ഉപേക്ഷിച്ച് ശുക്രന്റെ സമയത്തേക്ക് പോയില്ലേ ദേവയാനി, അതിനെ സൂചിപ്പിച്ചിട്ട് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ